29 വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം AR റഹ്മാനും ഭാര്യ സൈറ ബാനുവും വേർപിരിയുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ വിവരം പുറത്തു വന്നത്. ഗുജറാത്ത് സ്വദേശിയായ സൈറയുടെ കുടുംബത്തിന് AR റഹ്മാനുമായുള്ള ബന്ധത്തിന് ആദ്യം താല്പര്യമുണ്ടായിരുന്നില്ല. ഹിന്ദു മതത്തിൽ നിന്ന് മതം മാറി വന്നതാണ് റഹ്മാൻ എന്നതായിരുന്നു കാരണം. അച്ഛനും സംഗീത സംവിധായകനുമായ RK ശേഖറിൻ്റെ മരണശേഷമാണ് റഹ്മാനും കുടുംബവും ഇസ്ലാമിലെത്തുന്നത്. പിതാവിൻ്റെ അവസാന നാളുകളിൽ പരിചരിച്ചിരുന്ന ഒരു സൂഫി ഉണ്ടായിരുന്നു. പിന്നീട് 7-8 വർഷം കഴിഞ്ഞ് ഞങ്ങൾ അദ്ദേഹത്തെ വീണ്ടും കണ്ടു. ഇതിനു പിന്നാലെയാണ് ഞങ്ങൾ മതം മാറുന്നത്. ആ മതം മാറ്റം ഞങ്ങൾക്ക് വളരെയധികം സമാധാനം നൽകുന്ന ഒന്നുകൂടിയായിരുന്നു. അമ്മ ഒരു ഹിന്ദു വിശ്വാസിയായിരുന്നു. ആത്മീയമായി വളരെയധികം ആക്റ്റീവായിരുന്നു അവർ. പഴയ വീടിൻ്റെ ചുമരിൽ ഹിന്ദു ദൈവങ്ങളുടെയും മേരി മാതാവിൻ്റെയും മെക്കയുടെയുമെല്ലാം ചിത്രങ്ങളുണ്ടായിരുന്നു. എന്നാൽ തൻ്റെ കുടുംബത്തിൻ്റെ മതം മാറ്റം ഒരിക്കലും തങ്ങളുടെ മറ്റു കുടുംബാംഗങ്ങളെയോ ചുറ്റുമുള്ളവരെയോ ബാധിച്ചിട്ടില്ല. സംഗീതജ്ഞർ എന്ന നിലയിൽ തങ്ങൾക്ക് ലഭിച്ചിരുന്ന സ്വാതന്ത്ര്യമായിരുന്നു അതിന് കാരണം. സഹോദരിയുടെ വിവാഹത്തിന് മുമ്പേ ജോത്സ്യനെ കാണാൻ പോയിരുന്നു. ആ സമയത്തെ തൻ്റെ പേര് മാറ്റുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തോട് സംസാരിച്ചു. ജോത്സ്യനാണ് അബ്ദുൾ റഹ്മാൻ, അബ്ദുൾ റഹീം എന്നീ പേരുകൾ സ്വീകരിക്കാൻ പറഞ്ഞത്. അതിൽ റഹ്മാനാണ് തനിക്കിഷ്ടപ്പെട്ടത്. പിന്നീട് മതം മാറിയപ്പോൾ അത് സ്വീകരിച്ചു. ദിലീപ് കുമാർ എന്ന പേര് തനിക്ക് ഇഷ്ടമായിരുന്നില്ല. ആദ്യത്തെ വലിയ പ്രോജക്റ്റായ റോജയ്ക്ക് മുമ്പായിരുന്നു അത്. റോജയുടെ ഫിലിം ക്രെഡിറ്റിൽ അവസാന നിമിഷമാണ് പഴയ പേരായ ദിലീപ് കുമാറിന് പകരം AR റഹ്മാൻ എന്ന് ചേർത്തത്. മാതാവ് കരീമ ബീഗമാണ് അതിന് നിർബന്ധം പിടിച്ചത്. പ്രാർത്ഥന അങ്ങേയറ്റം സഹായിച്ചിട്ടുണ്ട്. നിരവധി വീഴ്ചകളിൽ നിന്നും സഹായിച്ചത് പ്രാർത്ഥനയാണ്. മറ്റു മതവിശ്വാസികളും ഇതേ കാര്യം ചെയ്യാറുണ്ട് എന്നാണ് റഹ്മാൻ മതമാറ്റത്തെപ്പറ്റി പറഞ്ഞത്. നേരത്തെ മകൾ ഖദീജ ബർഖ ധരിക്കുന്നതായി ബന്ധപ്പെട്ട വിവാദത്തിലും റഹ്മാൻ പ്രതികരിച്ചിരുന്നു. സ്ത്രീ ആയിരുന്നുവെങ്കിൽ താനും ബുർഖ ധരിക്കുമായിരുന്നുവെന്നും റഹ്മാൻ പറഞ്ഞിരുന്നു.